ഈ പാലക്കാട് രാജനെ തുരത്തും പാലക്കാട് ജയിക്കും. ജയിക്കും 10,000 വോട്ടിന് ജയിക്കും. എങ്ങനെയുണ്ട് നമ്മള് എന്താ എത്രത്തോളം ഭൂരിപക്ഷം ഭൂരിപക്ഷം വൻ ഭൂരിപക്ഷത്തോടെ തന്നെ, ഒരു കൗണ്ടായിട്ടൊന്നും പറയുന്നില്ല, വൻ ഭൂരിപക്ഷത്തോടെ തന്നെ ഡോക്ടർ സരിൻ ജയിക്കും. നമ്മളെ ട്രാൻസ് സമൂഹം കൂടി സരിനോടൊപ്പം ഉണ്ടെന്നുള്ളതാണ്. പാലക്കാടിന് ഒരു മാറ്റം അനിവാര്യമാണ്. അപ്പോൾ തീർച്ചയായും ഇവിടെ വോട്ടിലുള്ളവരാണോ? അല്ല, ഞാൻ ഈ സപ്പോർട്ടായിട്ട് വന്നതാണ്. നമ്മൾ നിലവിൽ ഇവിടെയുള്ള വോട്ടേഴ്സിനെ മൊത്തം കണ്ട് സംസാരിക്കുകയുണ്ട്. കമ്മ്യൂണിറ്റിയിൽ എത്ര വോട്ടേഴ്സ് ഉണ്ട് ഇവിടെ? ഈ മണ്ഡലത്തിൽ ആകെ 2 വോട്ടും. 2 പേരുണ്ട്. അവരിവിടെ ഉണ്ടോ? ഉണ്ട്. ഇവിടെ ഇപ്പം പേരെന്ന് പറഞ്ഞിട്ടുണ്ട് 2 വോട്ടാണ് ഉള്ളത്. പക്ഷേ കമ്മ്യൂണിറ്റി 25ഓളം ആളുകൾ ഇവിടെ പാലക്കാട് താമസിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ വോട്ടുകൾ പല സ്ഥലത്താണ് കിടക്കുന്നത്. ചേച്ചി എത്രത്തോളം ആവേശമുണ്ട്? ഞങ്ങൾ മുഴുവനായിട്ടും ആവേശത്തിലല്ലേ? ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഞങ്ങളൊക്കെ എത്ര ആവേശത്തിലാണെന്ന്? ഞങ്ങൾ 100% വോട്ട് പിടിക്കും, ഞങ്ങൾ ജയിക്കും. അല്ല, ജയിക്കും എന്നല്ല, ഞങ്ങൾ ഇപ്പൊ തന്നെ ജയിച്ച പോലെയാണ്. ജയിച്ചിരിക്കും. എത്ര ഭൂരിപക്ഷം കിട്ടുന്ന ഈ പറഞ്ഞ മാതിരി 10,000 ഭൂരിപക്ഷം തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. നല്ല ഭൂരിപക്ഷ പ്രതീക്ഷയാണ്. 10,000 ഒക്കെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. എന്താണ് സപ്പോർട്ട് ചെയ്യാൻ വന്നതാണ് അല്ലേ? അതെ, ഞാൻ സപ്പോർട്ട് ചെയ്യാണ്. സഖാവ് സരിൻ പാലക്കാടിന്റെ മുന്നേറ്റത്തിന് വേണ്ടി എന്തായാലും വിജയിച്ചിവിടെ ഉണ്ടാവും. എന്തായാലും നല്ല ആവേശത്തിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ചേച്ചിമാരൊക്കെ ഉണ്ട്. ചേച്ചി എന്താണ് തോന്നുന്നത്? എത്ര ഭൂരിപക്ഷം ഉണ്ടാവും? എങ്ങനെയുണ്ട്? വിജയിക്കോ? വിജയ പ്രതീക്ഷ ഉണ്ടോ? ജയിക്കും. ഉറപ്പാണ്. ചേച്ചി എവിടുന്നാ? എണ്ണക്കര. ചേച്ചി എത്രത്തോളം പ്രതീക്ഷ? 100% പ്രതീക്ഷയുണ്ട്. പാലക്കാട് പിടിക്കും. വെള്ള ബലൂണാണല്ലോ സാധാരണ കാണാറ്, ചുവപ്പ് വെള്ള. അതില്ല, പലതരം കളറുകളാണ്. എല്ലാം ഒന്നാണ്. എല്ലാവരും ഒന്നാണ്. അതാണ്, എല്ലാവരും ഒന്നാണ്. ബലൂണിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? സനിയോ ഒരു ബലൂൺ ഒന്ന് വാങ്ങിച്ചേ. സനിയോ അതിലെന്തോ എഴുതിയിട്ടുണ്ട് ആ ബലൂണിൽ. വേണ്ടപ്പെട്ട ആളാണ്, എല്ലാവർക്കും സ്വീകാര്യനായ ആളാണ്. ഒരു ബലൂൺ വന്നാൽ ഞാനിപ്പോൾ തിരിച്ചു തരാം. ഒന്ന് മാത്രമായി പൊട്ടിക്കാൻ പറ്റില്ല അല്ലേ? ഒന്ന് മാത്രമായി പൊട്ടിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും ഇതിൽ സരിനാണ് ശരി എന്നാണ് എഴുതിയിരിക്കുന്നത്. അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ലേ, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വോട്ട് ചെയ്യാൻ കഴിയണം. അതുകൊണ്ടാണ് ഈ പലതരം വർണ്ണങ്ങൾ കണ്ടോ, മഞ്ഞ, ഓറഞ്ച്, നീല, വെള്ള, ഇത്തരത്തിൽ പലതരം വർണ്ണങ്ങളുള്ള ഓറഞ്ചാണ്. ചേട്ടാ എന്താ പറയാനല്ലേ? സരിനാണ് ശരി. അതായത് കോൺഗ്രസിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്ന സരിന്റെ തീരുമാനമാണ് ശരി എന്നൊരർത്ഥമായിരിക്കാം. സത്യത്തിൽ സരിന്റെ ഈ ചൂടുമാറ്റമാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിനെ വളരെ കൗതുകകരമാക്കി മാറ്റിയത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു, ഇത്രയധികം ആവേശം വരാൻ കാരണം സരിന്റെ വരവാണ്. സരിന്റെ അവിടം മുതൽ പാലക്കാട് വലിയ ശ്രദ്ധ നേടിയ ഒരു മണ്ഡലമായി മാറി.